Hello students, welcome to Max class with your teacher. പേജ് നമ്പർ 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ചിത്രത്തിലേക്ക് കടക്കാം. ഓക്കെ, ഇനി നമ്മൾ തേർഡ് പിക്ചർ വരയ്ക്കാനായിട്ട് പോവുകയാണ്. തേർഡ് പിക്ചറിനകത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും അതിൻ്റെ പുറമേ ഉള്ള ഫിഗർ ഈ 6 സൈഡുള്ള ഹെക്സഗൺ ആണ് ആദ്യം വന്നിരിക്കുന്നത്. അപ്പം നമുക്കറിയാം ഈ 6 സൈഡുള്ള ഹെക്സഗൺ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പിക്ചറിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം ആദ്യത്തെ പടം വരച്ചതിനകത്ത് നമ്മളത് കണ്ടായിരുന്നു. അപ്പം 3 സർക്കിൾ ഇതുപോലെ നമ്മൾ വരച്ചിട്ട് അതിനകത്താണ് ഹെക്സഗൺ വരയ്ക്കുന്നത്. അപ്പം ആദ്യം ആ ഹെക്സഗൺ വരച്ചതിന് ശേഷമാണ് തേർഡ് പിക്ചറിൽ അടുത്തത് വരയ്ക്കുന്നത്. അപ്പം ഇത് വരയ്ക്കുന്നത് ഇനി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പം നമ്മൾ ആദ്യമേ തന്നെ ഇതേ രീതിയിൽ നമ്മൾ ഹെക്സഗൺ വരയ്ക്കുന്നു. ഇതല്ലാതെ ഹെക്സഗൺ വരയ്ക്കുന്നതിന് നമുക്ക് മറ്റൊരു മെത്തേഡും കൂടെ ഉണ്ട്. അപ്പം നമ്മൾ ആദ്യം നമ്മളൊരു സർക്കിൾ വരയ്ക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേഡിയസിൽ ഒരു സർക്കിൾ ഇതുപോലെ വരയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. കണ്ടോ, ഞാൻ ഒരു പോയിന്റിൽ കുത്തിയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തു. റേഡിയസ് എത്രയാണോ അതേ നീളം തന്നെ ആയിരിക്കണം കേട്ടോ. അപ്പം നമ്മുടെ റേഡിയസ് എത്രയാണോ അതേ കറക്റ്റ് നീളത്തിൽ തന്നെ എടുത്ത് സർക്കിളിൻ്റെ എവിടെയെങ്കിലും കുത്തുന്നു, മാർക്ക് ചെയ്യുന്നു. വീണ്ടും അതേ പോയിന്റിൽ കുത്തിയുന്നു, മാർക്ക് ചെയ്യുന്നു. വീണ്ടും അതേ പോയിന്റിൽ പോയിന്റ് ചെയ്യുന്നു, മാർക്ക് ചെയ്യുന്നു അടുത്ത ലൈൻ. അങ്ങനെ മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് 1 2 3 4 5 6 പോയിന്റ്സ് സർക്കിളിൽ കിട്ടും. അപ്പം ഞാനതൊന്ന് അടയാളപ്പെടുത്തുന്നു. 1 2 3 4 5 6 പോയിന്റ്സ് ഞാൻ സർക്കിളിൽ അടയാളപ്പെടുത്തി. സർക്കിള് നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് പെൻസിൽ ഉപയോഗിച്ച് വരച്ചത്. ഇനി ഈ 6 പോയിന്റ്സ് നമുക്ക് സർക്കിളിൽ കിട്ടി. ഈ പോയിന്റ്സ് ഒക്കെ സ്കെയിൽ ഉപയോഗിച്ച് ജോയിൻ ചെയ്യാം. അപ്പം അതിനായിട്ട് നമ്മൾ സ്കെയിൽ എടുക്കുന്നു. സ്കെയിൽ എടുത്തതിന് ശേഷം ഇത് ഈ 2 പോയിന്റ്സ് ജോയിൻ ചെയ്ത് ഞാൻ ലൈൻ വരയ്ക്കുന്നു. വീണ്ടും അടുത്ത 2 പോയിന്റ്സ്. നമ്മൾ ഇതുപോലെ പോയിന്റുകളെല്ലാം ജോയിൻ ചെയ്ത് ലൈൻസ് വരച്ചു. അപ്പോൾ നോക്കിയേ, നമുക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹെക്സഗൺ നമുക്കിവിടെ കിട്ടി. അപ്പോൾ നമ്മൾ പോയിന്റ് പ്ലേസ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഹെക്സഗൺ ചെരിഞ്ഞു പോകുന്നത്, നേരെ വരുന്നതൊക്കെ. അപ്പം കുറച്ചുകൂടെ മാറി ഇങ്ങനെ കണക്ട് ചെയ്തത് പോയിന്റ് നോട്ട് ചെയ്യുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നേരെയുള്ള ഹെക്സഗൺ കിട്ടുമായിരുന്നു. അപ്പോൾ ഈ രീതിയിൽ ഒരു ഹെക്സഗൺ നമുക്കിവിടെ കിട്ടി. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി ഹെക്സഗൺ ആണ് നമ്മുടെ അതിനകത്ത് ഏറ്റവും പുറമേ ഉള്ള പിക്ചർ. അപ്പം അത് ആദ്യം നമ്മൾ വരച്ചു. ഇനി ഈ സർക്കിൾ നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് നമുക്കത് റിമൂവ് ചെയ്യാം. ഇനി ആ പടം ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ടോപ്പിലെ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഒരു ലൈൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും പറയുന്നു, ഹെക്സഗൺ നേരെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വരയ്ക്കുന്ന ആ പിക്ചർ വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരെ ഇരിക്കുന്ന ഹെക്സഗൺ കിട്ടും. നമ്മൾ ഈ രീതിയിൽ മാർക്ക് ചെയ്ത് പോയത് കൊണ്ട് നമുക്ക് കുറച്ച് ചെരിഞ്ഞാണ് കിട്ടിയത്, എങ്കിലും ആൻസർ കറക്റ്റ് ആയിരിക്കും. അപ്പം നോക്കി, ഇനി ഇവിടെ നമുക്ക് ലൈൻസ് വരയ്ക്കേണ്ടത് ഈ പോയിന്റും ജോയിൻ ചെയ്ത് ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്. ഇനി ഒന്നും കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാകും, ഇതും ഈ പോയിന്റും ജോയിൻ ചെയ്ത് അടുത്തൊരു ലൈൻ ഉണ്ട്. ഇനി വീണ്ടും നിങ്ങൾ ആ പടത്തിലേക്ക് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ പോയിന്റും അതുപോലെ ഈ പോയിന്റ്, അതായത് ഒന്നിടവിട്ടുള്ള പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്താണ് ലൈൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ പോയിന്റും ഇതും ജോയിൻ ചെയ്യുന്നു. അതിനുശേഷമോ ഈ പോയിന്റും ഇതും, അതായത് ഒന്നിടവിട്ടുള്ള പോയിന്റുകൾ ഇതും തമ്മിൽ ജോയിൻ ചെയ്യുന്നു. ഇതുപോലെ ജോയിൻ ചെയ്യുന്നു. അതിനുശേഷം ഏതൊക്കെ പോയിന്റുകളായിരിക്കും ജോയിൻ ചെയ്യുക? ഈ പോയിന്റും അത് നമ്മൾ ജോയിൻ ചെയ്യുന്നു. ഇനി അതിനുശേഷം ഈ പോയിന്റും അതാണ് നമ്മൾ ആദ്യം ജോയിൻ ചെയ്തത്. അതിനുശേഷം നമുക്ക് നോക്കുമ്പോൾ ഒരു ഇൻകംപ്ലീറ്റ്നെസ് മനസ്സിലാകും. അല്ലെങ്കിൽ നിങ്ങൾ ഓർഡറിൽ കൃത്യമായിട്ട് വരച്ചു പോകും. ഒന്നിടവിട്ടുള്ള പോയിന്റുകൾ വരയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇനി ജോയിൻ ചെയ്യാനുള്ളത് ഈ പോയിന്റും കൂടിയാണ്. അപ്പം നമ്മൾ ലാസ്റ്റത്തെ ആ ലൈനും വരച്ചു. ഇനി നോക്കി, ഇനി എന്തെങ്കിലും ഇതിനകത്ത് കംപ്ലീറ്റ് ചെയ്യാനുണ്ടോ? ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കംപ്ലീറ്റ് ആയി, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കംപ്ലീറ്റ് ആയി. ഇത്രയായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പം ഇനി നിങ്ങളെ പുസ്തകത്തിൽ തന്നിട്ടുള്ള രീതിയിൽ കളർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള പിക്ചർ കിട്ടി. അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാകും 1
2 3 4 5 6 അകത്ത് ഒരു 6 സൈഡുള്ള ഒരു ഫിഗർ 1 2 3 4 5 6 സൈഡുള്ള ഫിഗർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് വരയ്ക്കാൻ പറഞ്ഞ പിക്ചറിലും ഇതുപോലെ തന്നെയായിരുന്നു. 6 സൈഡുള്ള ഫിഗർ എന്താ? ഹെക്സഗൺ. പുറമേ ഒരു ഹെക്സഗൺ, അകമേ ഒരു ഹെക്സഗൺ കിട്ടി. നോക്കുമ്പോൾ ഒരു സ്റ്റാർ പോലെ ഇരിക്കും. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കിത് വരച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾക്ക് ഹെക്സഗൺ 2 രീതിയിലും വരയ്ക്കാം. ഒന്നെങ്കിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത രീതിയിൽ ഹെക്സഗൺ വരയ്ക്കാം. അപ്പോൾ കുറച്ചുകൂടെ നേരെ ഇരിക്കുന്ന ഒരു ഹെക്സഗൺ കിട്ടും. ഇങ്ങനെ ഈ രീതിയിൽ ഹെക്സഗൺ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു വേണം ആ പോയിന്റ്സ് മാർക്ക് ചെയ്യാനെങ്കിൽ മാത്രമേ നേരെ ഇരിക്കുന്ന ഹെക്സഗൺ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ 2 രീതിയിൽ നിങ്ങൾക്ക് ഹെക്സഗൺ വരയ്ക്കാം. മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് പിക്ചർ ഓഫ് പേജ് നമ്പർ 20. നമ്മൾ അടുത്തതായി പേജ് നമ്പർ 20-ലെ 4ാമത്തെ പിക്ചറാണ് വരയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് 4ാമത്തെ പിക്ചർ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ പിക്ചർ നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും പുറമേ ഉള്ളത് ഒരു സർക്കിളാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഒരു സർക്കിൾ വരയ്ക്കണം. പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നും തന്നിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. ഇവിടെ ഞാൻ 6 സെൻറ്റിമീറ്റർ റേഡിയസ് വരുന്നത് പോലെ 4 സെൻറ്റിമീറ്റർ റേഡിയസ് വരുന്നത് പോലെ ഒരു സർക്കിൾ ആദ്യം വരയ്ക്കുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് പോലെ എടുക്കാം. ഞാനിവിടെ റേഡിയസ് 4 സെൻറ്റിമീറ്റർ എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്തെടുക്കണം? സ്കെയിൽ എടുക്കണം. സ്കെയിൽ എടുത്തതിന് ശേഷം കോമ്പസിൽ 4 സെൻറ്റിമീറ്റർ നമ്മൾ എടുക്കുക. നോക്കി ഞാൻ ഇതുപോലെ 4 സെൻറ്റിമീറ്റർ കറക്റ്റായിട്ട് എടുക്കുന്നു. 4 സെൻറ്റിമീറ്റർ എടുക്കുന്നു. ഇനി ഇത് ഉപയോഗിച്ച് എന്ത് ചെയ്യണം? നമ്മൾ 4 സെൻറ്റിമീറ്റർ റേഡിയസ് എടുത്തു. ഇനി നമ്മളൊരു സർക്കിൾ വരയ്ക്കണം. ഇത് ഞാൻ പോയിന്റ് ചെയ്യുന്നു. പോയിന്റ് ചെയ്തതിന് ശേഷം 4 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിൾ വരയ്ക്കുന്നു. ഓക്കെ, 4 സെൻറ്റിമീറ്റർ റേഡിയസ് വരുന്ന സർക്കിൾ നമ്മൾ വരച്ചു കഴിഞ്ഞു. അതുപോലെ അതിൻ്റെ സെൻറ്ററും കൂടെ ഒന്ന് അടയാളപ്പെടുത്തുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ സർക്കിള്. ഇനി എന്തായിരിക്കും ചെയ്യേണ്ടത്? ഇനി നിങ്ങൾക്ക് ആ പടത്തിലേക്ക് സൂക്ഷിച്ച് നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും ഒരു സർക്കിളിൻ്റെ ഹാഫ് മുകളിലേക്കും സർക്കിളിൻ്റെ ഹാഫ് താഴേക്കും നിൽക്കുന്ന പോലൊരു ഫിഗറാണ് വന്നിരിക്കുന്നത് അല്ലേ? അതായത് ഈ ഭാഗത്ത് ഒരു സർക്കിളിൻ്റെ ഹാഫും ഈ ഭാഗത്തേക്കും ഒരു സർക്കിളിൻ്റെ ഹാഫ് അങ്ങനെ നിൽക്കുന്ന രീതിയിലാണ് കാണുന്നത്. അപ്പം അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി? ഇവിടെ ഒരു സർക്കിളിൻ്റെ ഹാഫ് വരച്ചാൽ മതി, ഇവിടെ ഒരു സർക്കിളിൻ്റെ ഹാഫ് വരച്ചാൽ മതി അല്ലേ? ഇനി ഇങ്ങനെ സർക്കിളിൻ്റെ ഹാഫ് വരയ്ക്കണം, ഇവിടെയും ഹാഫ് വരയ്ക്കണം. അപ്പം നമുക്കിവിടെ ഒരു സർക്കിൾ തന്നെ വരയ്ക്കാം. അതിനുശേഷം ബാക്കിയുള്ളത് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. അതുപോലെ ഇവിടെയും നമുക്കൊരു സർക്കിൾ വരയ്ക്കാം, അതിനുശേഷം റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് ഇവിടെ ഒരു ഡയമീറ്റർ വരയ്ക്കാം. അതായത് റേഡിയസുള്ള 2 എണ്ണം വരയ്ക്കുന്നത്. അതായത് നമുക്ക് ഡയമീറ്റർ ഒന്ന് വരയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. അപ്പോൾ ഡയമീറ്റർ ശരിക്കും ആ പടത്തിനകത്ത് ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാൻ പെൻസിൽ യൂസ് ചെയ്ത് മാത്രം വരയ്ക്കുന്നു. അപ്പോൾ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ദാറ്റ് കണക്റ്റിംഗ് 2 പോയിൻറ്റ്സ് ആണ് എ സർക്കിൾ, അതാണ് ഡയമീറ്റർ. ഡയമീറ്റർ ഞാൻ നേരെ അങ്ങ് വരച്ചു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാനായിട്ട് സാധിക്കും ഡയമീറ്റർ ഇതുപോലെ നേരെ വരച്ചു. ഇനി ചെയ്യാൻ പോകുന്നത് ഈ റേഡിയസ് ഡയമീറ്റർ ആക്കി വരുന്ന ഒരു സർക്കിൾ ഇവിടെ വരയ്ക്കുന്നു. അതായത് ഇങ്ങനെ ഒരു സർക്കിൾ ഇവിടെ വരും, ഇങ്ങനെ ഒരു സർക്കിൾ ഇവിടെ വരും. അതായത് ഈ റേഡിയസ് ഡയമീറ്റർ ആയിട്ട് വരുന്നത് പോലെ ഒരു സർക്കിൾ ഇവിടെ വരും, ഈ റേഡിയസ് ഡയമീറ്റർ ആയിട്ട് വരുന്ന പോലെ ഒരു സർക്കിൾ ഇവിടെയും വരും. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം അതിന് വീണ്ടും ഈ റേഡിയസിൻ്റെ ഹാഫ് എടുക്കണം. നമുക്കറിയാം റേഡിയസ് എത്രയാണ്? റേഡിയസ് 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ റേഡിയസിൻ്റെയും ഹാഫ് എടുക്കണം. അതായത് ഒരു 2 സെൻറ്റിമീറ്ററിൽ മാർക്ക് ചെയ്യുക. 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുന്നു. ഇവിടെയും റേഡിയസിൻ്റെ പകുതി എത്ര മാർക്ക് ചെയ്യുന്നു? 2 സെൻറ്റിമീറ്ററിൽ മാർക്ക് ചെയ്യുന്നു. കാരണം അകത്ത് നമ്മൾ സ്മോൾ സർക്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ മാർക്ക് ചെയ്യുന്നത്. നമുക്കിവിടെ ഫുൾ സർക്കിൾ വരയ്ക്കണമെന്ന് നിർബന്ധമില്ല. കാരണം ഇവിടെ കുത്തി നമുക്ക് ഹാഫ് സർക്കിൾ ആണെങ്കിലും വരച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഹാഫ് സർക്കിളാണ് വരയ്ക്കാൻ എളുപ്പമെങ്കിൽ അങ്ങനെ വരയ്ക്കാം. അല്ലാതെ ഫുൾ സർക്കിൾ വരച്ചിട്ട് അവിടുന്ന് ഹാഫ് മായ്ച്ച് കളയുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഹാഫ് സർക്കിൾ വരയ്ക്കാം. പല മെത്തേഡിൽ നമുക്ക് ഒരു പടം വരയ്ക്കാം. അപ്പോൾ ഒരു മെത്തേഡാണ് ഈ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ചെയ്യേണ്ടത് കോമ്പസിൽ ഈ അളവ് അളന്നെടുക്കണം. അതായത് 2 സെൻറ്റിമീറ്റർ നമ്മൾ അളന്നെടുക്കുന്നു. കാരണം ഇതിനകത്താണ് ചെറിയ സർക്കിൾ വരുന്നത്. അതുകൊണ്ട് ഈ പോയിന്റിൽ നിന്നാണ് നമ്മൾ സർക്കിൾ വരയ്ക്കുന്നതും ആ പോയിന്റാണ് നമ്മൾ അകത്ത് വരയ്ക്കുന്ന സർക്കിളിൻ്റെ സെൻറ്ററായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ 2 സെൻറ്റിമീറ്റർ കറക്റ്റായിട്ട് അളന്നെടുത്തു. അപ്പോൾ നോക്കി 2 സെൻറ്റിമീറ്റർ കറക്റ്റായിട്ട് നമ്മളിത് അളന്നെടുത്തു. 2 സെൻറ്റിമീറ്റർ ആണ് കറക്റ്റ്. അല്ലെങ്കിൽ സ്കെയിലിൽ 2 സെൻറ്റിമീറ്റർ എടുക്കുക.
കാരണം ഇത് 4 ആണ്, റേഡിയസ് 4 ആണ്, 4ന്റെ ഹാഫ് ആണ് 2. അതുകൊണ്ട് 2 റേഡിയസ് ആയിട്ട് വരുന്ന സർക്കിളാണ് നമ്മളിവിടെ വരയ്ക്കുന്നത്. അപ്പം ഒന്നുകൂടെ പറയുന്നു, നമ്മൾ സർക്കിളായിട്ട് വരയ്ക്കുന്നില്ല, ജസ്റ്റ് സെമി സർക്കിൾ, അതിൻ്റെ ഹാഫ് സർക്കിൾ മാത്രം വരയ്ക്കുന്നു. അപ്പോൾ ഇതേ നമ്മളിവിടെ പോയിന്റ് ചെയ്യുന്നു, നമ്മൾ 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് അവിടെ പോയിന്റ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഒരു ഹാഫ് സർക്കിൾ ഇതുപോലെ വരയ്ക്കുന്നു. അപ്പം മുകളിലേക്ക് ഒരു ഹാഫ് സർക്കിൾ ഉണ്ട്, അത് ഇതുപോലെ വരയ്ക്കുന്നു. ഓക്കെ, ഇനി എന്തായിരിക്കും ചെയ്യേണ്ടത്? ഇനി പടത്തിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാകും, താഴേക്കാണ് ഹാഫ് സർക്കിൾ വരുന്നത്. താഴേക്ക് ഹാഫ് സർക്കിൾ വരുന്നു. ഇതേ മെഷർമെൻറ്റ് നമ്മൾ മാറ്റാതെ വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ പോയിന്റ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുക, താഴേക്കും ഇതുപോലെ ഒരു സർക്കിൾ വരയ്ക്കുക. താഴേക്ക് ഹാഫ് സർക്കിൾ മാത്രം വരയ്ക്കുന്നു, ഫുൾ സർക്കിൾ വരയ്ക്കുന്നില്ല. ഫുൾ സർക്കിൾ വരച്ചാൽ മാറ്റി കളയണം. ഇതേ താഴേക്കും ഇതുപോലെ വരച്ചു. നമുക്ക് ജസ്റ്റ് ഒന്ന് ഡാർക്കൻ ചെയ്ത് ഒന്നും കൂടെ വരയ്ക്കാം. ഇനി നമുക്ക് ആവശ്യമില്ല, അതായത് ഈ ഡയമീറ്റർ എന്ന് പറയുന്നത് നമുക്കിവിടെ പടത്തിൽ കാണുന്നില്ല, അതുകൊണ്ട് നമുക്ക് അതൊന്ന് റിമൂവ് ചെയ്യാം. ഇനി കളർ ചെയ്യുമ്പോൾ കറക്റ്റ് ആ പിക്ചർ നമുക്ക് കിട്ടും. ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിരിക്കുന്നത് പോലെ റെഡ് ആൻഡ് ബ്ലാക്ക് രീതിയിൽ കളർ ചെയ്യുമ്പോഴത്തേനും നമുക്ക് കറക്റ്റായിട്ട് ആ പിക്ചർ കിട്ടും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വരയ്ക്കുന്നത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ലൈൻസ് ആൻഡ് സർക്കിൾസ് ഇവിടെ കംപ്ലീറ്റ് ആയി. എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത ക്ലാസ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.